അതിൽ 12-ാം തീയതിയാണ് 8 കാർഗോ വിമാനങ്ങളും എത്തിയിട്ടുള്ളത്. ഇത് പല ബേസുകളിലേക്കാണ്. ഈ കാണുന്ന 4 കാർഗോ വിമാനങ്ങൾ എത്തിയിട്ടുള്ളത് ജോർദാനിലുള്ള അമേരിക്കയുടെ ബേസിലേക്കാണ്. അതേ സമയത്ത് ചിലതെല്ലാം പേരുകൾ നൽകിയിട്ടുണ്ട്, ചിലത് പേരുകൾ നൽകിയിട്ടില്ല. എന്തായിരുന്നാലും ഇത്രയും വിമാനങ്ങൾ, കാർഗോ വിമാനങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക അയച്ചിട്ടുള്ളത്. ഒരു വലിയ യുദ്ധത്തിലുള്ള നീക്കങ്ങളാണ് ഇതിലൂടെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വിമാനവാഹിനി കപ്പലുകളുടെ വിന്യാസങ്ങളോ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളുടെ വിന്യാസങ്ങളോ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഭീഷണിപ്പെടുത്തുന്ന കാര്യമല്ല. ഇറാൻ അതിനെയൊന്നും കാര്യമായി എടുക്കുന്നില്ല എന്നാണ് ഇറാന്റെ നേതൃത്വം പറയുന്നത്. എന്തായിരുന്നാലും രണ്ട് രാഷ്ട്രങ്ങളും ഒരു വലിയ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഗൗരവമായ മറ്റൊരു പ്രസ്താവന ഇറാനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ യുദ്ധം കരയിലും കടലിലും വ്യോമതലങ്ങളിലും മാത്രമല്ല ബഹിരാകാശവും യുദ്ധക്കളമായി മാറാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ബഹിരാകാശം എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഘടകമായി മാറുന്നത് എന്ന് ചോദിച്ചാൽ ഇറാന്റെ മിസൈലുകൾ അല്ലെങ്കിൽ ആരുടെ മിസൈലുകളാണെങ്കിലും ഈ മിസൈലുകളൊക്കെ ലക്ഷ്യം തെറ്റാതെ കൃത്യമായി അതിന് ലക്ഷ്യം നിർണ്ണയിക്കുവാൻ സാറ്റലൈറ്റുകൾ ആവശ്യമാണ്. അതുപോലെ മിലിറ്ററി കമ്മ്യൂണിക്കേഷനുകൾ ഇതിന് സാറ്റലൈറ്റുകൾ ആവശ്യമാണ്. സാറ്റലൈറ്റുകളുടെ സഹായമില്ലാതെ ഇന്ന് കാര്യമായി ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയ യുദ്ധം നടത്താൻ കഴിയുകയില്ല. ഏകദേശം കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഇറാൻ 3 സാറ്റലൈറ്റുകൾ ഇതുപോലെ ഓർബിറ്റിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജാമേജാം എന്നറിയപ്പെടുന്ന മറ്റൊരു ഉപഗ്രഹം കൂടെ വിക്ഷേപിച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും ഈ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതിശക്തമായ നീക്കങ്ങൾ തന്നെയാണ് രണ്ട് രാഷ്ട്രങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.